नमस्ते बच्चों, आज हम यहाँ पर 9वीं कक्षा के तीसरा इकाई का पहला पाठ पढ़ने जा रहे हैं। तो आप चित्र देखिए, इकाई 3 का चित्र देखिए। आप चित्र में क्या है देखिए, 2 आदमी हैं वहाँ पर। एक आदमी बैठे हुए हैं, दूसरा खड़ा हुआ है। लेकिन उसके नीचे देखिए क्या लिखा हुआ है। एक दावत में मुल्ला नसरुद्दीन दोनों हाथों से खाना खा रहा था। किसी ने टोका, मुल्ला यह क्या कर रहे हो, दोनों हाथों से खाना खा रहे हो। ഇപ്പം നമ്മുടെ ഇരുന്നിട്ടുള്ള ആൾക്ക് കാണുന്നുണ്ട്, അയാളുടെ കൈകളിൽ എന്താണ്, രണ്ടും കൈകളിലും ഭക്ഷണമുണ്ട് അല്ലേ. ദവാത്ത് എന്ന് പറഞ്ഞാൽ സദ്യക്ക്, ഒരു സദ്യക്ക് ഇരിക്കുകയാണ് അദ്ദേഹം. മുല്ല നസറുദ്ദീൻ ദോനോ ഹാത്തോ സെ, മുല്ല നസറുദ്ദീൻ 2 കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. കിസീനെ ടോക്ക, ടോക്കന എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറിയിട്ട് പറയുക. അപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്ന ഒരാളെ കാണുന്നുണ്ടല്ലോ, അയാൾ ഇടയ്ക്ക് കയറിയിട്ട് പറയുകയാണ്, മുല്ല യ ക്യാ കർ രഹേ ഹോ, മുല്ല നിങ്ങൾ ഇത് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. ദോനോ ഹാത്തോ സെ ഖാനാ ഖാ രഹേ ഹോ, 2 കൈകൾ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് ചോദിച്ചു. तो मुल्ला ने जवाब दिया, हाँ. മുല്ല എന്ത് പറഞ്ഞു, അതെ ഞാൻ 2 കൈകൾ കഴിക്കുന്നെന്ന് പറഞ്ഞു. മുല്ല ഉത്തരം എന്ത് കൊടുത്തു, തീസ്ര ഹാത്ത് ജോ നഹി ഹെ, എന്ന് പറഞ്ഞാൽ മൂന്നാമത്തൊരു കൈ എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ 2 കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് ആര് പറഞ്ഞു, മുല്ല പറഞ്ഞു. അപ്പം അതിൻ്റെ താഴെ നമുക്ക് 2 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ജീനെ കെ ലിയെ കിത്നെ ഹാത്തോ കി സറൂരത്ത് ഹെ, ജീവിക്കാൻ വേണ്ടിയിട്ട് എത്ര കൈകളുടെ ആവശ്യമാണുള്ളത്. आदमी अक्सर 2 हाथों से जन्म लेता है, जीने के लिए मनुष्य को 2 हाथ काफ़ी है. അപ്പോൾ അങ്ങനെയാണ് കിത്തനെ ഹാത്തോं की ज़रूरत होती है, ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കൈകൾ മതിയാവുന്നുണ്ട് അല്ലേ. അതേപോലെ അതിൻ്റെ താഴെയുള്ള ചോദ്യം നോക്കാം. क्या कभी सोचा है जो बिना हाथ जीने को मजबूर है, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, കൈകളില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ നിർബന്ധിതരാവുന്നു, ജീവിക്കാൻ വേണ്ടി നിർബന്ധിതരാവുന്ന ആൾക്കാരെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ. ഇങ്ങനെ നോക്കാം, അതിൻ്റെ ഉത്തരം നോക്കാം. संसार में ऐसा लोग हैं जो बिना हाथ जीते हैं, इनके कई कारण हो सकते हैं. कुछ लोग जन्म से ही अपाहिज होते हैं और कुछ लोग अपादाओं में अपाहिज बनते हैं. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. സൻസാർമേ ഏസേ ലോക, ലോകത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാം, കൈകളില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്കെ കൈ കാരൺ ഹോ സക്തി, ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താണ് ഒന്നാമത്തെ നോക്കുക, കുച്ച് ലോക് ജന്മസേ ഹി അപായിജ് ബൻതേ, കുറച്ച് ആൾക്കാർ ജന്മത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഇവർ എങ്ങനെയാണ് വികലാംഗരായിട്ട് ജനിക്കുന്നുണ്ട് അല്ലേ. അല്ലാതെ കുച്ച് ലോക് അപാദാവുമേ എന്ന് പറഞ്ഞാൽ അപകടത്തിൽ പെട്ടിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ദുരന്തത്തിലും ഇവർ അപായിജാവുന്നുണ്ട്, വികലാംഗരാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇസ് പ്രകാർ കെ ലോഗോं से അനുതാപ് की ज़रूरत होती है. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് എന്ത് തോന്നണം, ഒരു അനുതാപം, ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ തോന്നണം അങ്ങനെയുള്ള ആൾക്കാരോട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാടാണ് ഇതിൽ പറയുന്നത്. എന്താണ്, അപ്പോൾ ഹമാരി കൈ കമിയാ होती हैं, इसलिए उनको सहज मानकर उसे पार करने की कोशिश करनी चाहिए. हमारे जीवन में देखें तो सभी के जीवन में कुछ ना कुछ कमियां होती हैं. कमियां होने के कारण भी हमें क्या करना चाहिए, उन्हें सहज मानकर आगे जीना चाहिए, बढ़ना चाहिए. जिस चीज़ का हमें अभाव है उस पर आगस्ट होना मानव स्वभाव है. जो व्यक्ति में जो चीज़ नहीं है वो दूसरों को देखकर वो मेरे पास नहीं है, इस तरह का एक आकर्षण होना मानुषिक है. लेकिन जो चीज़ हमें प्राप्त है उनमें हमें खुश होना चाहिए. हमारे मन में दूसरों की खुशी का विचार भी होना चाहिए. जो हमें प्राप्त है, भगवान ने जो दिए हैं हमें, उस पर हम अपना जीवन आगे बढ़ाना है और उसी से हमें खुशी पाना है. और विचार होना चाहिए कि हम अपने कमियों को भूलकर दूसरों की भलाई करें, या दूसरों की भलाई करने से हमें खुशी मिल सकते हैं.
ഇസ് പ്രകാർ കെ കാര്യ കർനാ ചാഹിയെ. അപ്പോൾ ഇതിൽ പറയുന്ന പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് നിസ്സഹായതകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം അതിനൊക്കെ തന്നെ? ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് അതൊരു സ്വാഭാവികമാണ് അല്ലേ, അതിനെ അങ്ങനെ സ്വാഭാവികമാണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാൻ മറികടക്കാൻ നോക്കാം. അപ്പോൾ എനിക്ക് ആ കഴിവില്ലല്ലോ, എനിക്ക് ആ കുറവാണുള്ളത് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അവർക്കുണ്ട്, എനിക്കില്ല എന്നൊരു തോന്നുന്നുണ്ട്. അത് തോന്നാൻ ഒരു മാനുഷികമായിട്ടുള്ള ഒരു ആകർഷണമാണ് അതുണ്ടാകുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് എന്താണ് ദൈവം തന്നിട്ടുള്ളത് അതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുക, സന്തോഷിക്കണം. അതിൽ തന്നെ ആ കാര്യങ്ങൾ, ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സന്തോഷിച്ച് പോവാം. നമ്മുടെ മനസ്സിന് മറ്റുള്ളവരുടെ സന്തോഷവും ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കുറവുകളെ മറന്ന് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക, അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ നിസ്സഹായത മറന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നമ്മുടെ മനസ്സിൽ അപ്പോൾ സന്തോഷം കിട്ടും. നമുക്കിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മറന്ന് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കാം. അങ്ങനെയുള്ളൊരു പാഠമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു ബേബിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ബേബിക്ക് എങ്ങനെയാണ്, ഇതേപോലെ ഒരു കുറവുണ്ട്. ആ ബേബി എന്ത് ചെയ്യുകയാണ്, താൻ ഉച്ച സമയത്തുള്ള ഏകാന്തത, ഒറ്റപ്പെടലുകൾക്ക് അനുഭവപ്പെടുകയാണ്. തൻ്റെ ആ കുറവുകളോൾ മറികടന്ന് അതിൽ വേറൊരു കഥാപാത്രമുണ്ട്, പോസ്റ്റ്മാൻ. ആ പോസ്റ്റ്മാനെ സഹായിക്കാൻ നോക്കിയാണ്. അപ്പോൾ പോസ്റ്റ്മാനെ സഹായിച്ചിട്ട് അതിലൂടെ തൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഈ പാഠത്തിൽ ബേബി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. നംഗേ പേരാണ് നമ്മുടെ ഇന്നത്തെ പാഠം. നംഗേ പേരെന്ന് പറഞ്ഞാൽ നഗ്നപാദം. നംഗേ പേർ എന്ന് പറഞ്ഞാൽ നഗ്നപാദമാണ്. കവിയാണ് വെങ്കടേശ്വർ മാഡ്ഗുൽക്കർ ആണ് കവി. प्रमुख मराठी रचनाकार हैं, देहती जीवन के यथार्थपरक लेखन के लिए विख्यात है. അപ്പോൾ പാഠത്തിലേക്ക് പോകാം. നംഗേ പേർ എന്ന് പറഞ്ഞാൽ നഗ്നപാദം എന്ന് പറയാം, കാലിൽ ചെരുപ്പില്ലാതെ. എന്താണ് ഈ പാഠഭാഗത്തിൽ എന്ന് നമുക്ക് നോക്കാം. दोपहर का समय था. बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. दोपहर का സമയം എന്ന് പറഞ്ഞാൽ എത്ര, ഏത് സമയമാണ്? ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് ബേബി അപ്നെ പലങ്ക് പർ ബൈഠ് കർ, പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിൽ, ബേബി തൻ്റെ കട്ടിലിരുന്ന് കിടക്കി സെ ബാഹർ ദേഖ് രഹി തി, കിടക്കി എന്ന് പറഞ്ഞാൽ ജനലിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടുണ്ടായിരുന്നു ബേബി. ബീച്ച് ഹാൾ മേ रखे रेडियो में 12:30 बज की रिकॉर्ड बज रहे थे. ബീച്ച് ഹാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഹോൾ ഉണ്ടാവില്ലേ, അതേപോലെ ഈ ബേബീൻ്റെ വീട്ടിലെ ഹാളിൽ എന്ത് വെച്ചിട്ടുണ്ട്? റേഡിയോ വെച്ചിട്ടുണ്ട്. റേഡിയോയിൽ എത്ര മണിയുടെ അൽറാമാണ് അടക്കുന്നുള്ളത്? 12:30 ബജെ. 12:30 ബജെ എന്ന് പറഞ്ഞാൽ എത്ര? 12:30 മണിയായി. റെക്കോർഡ് മുഴങ്ങിയാണ് 12:30 മണി. शांत माहौल में गीतों के सुर गूंज रहे थे. शांत माहौल എന്ന് പറഞ്ഞാൽ ശാന്തമായ അന്തരീക്ഷം. അതിൽ എന്ത് കേട്ടോണ്ടുണ്ടായിരുന്നു ആ റേഡിയോയിൽ? ഗീതോं के सुर गूंज रहे थे. ഗീതോं के सुर എന്ന് പറഞ്ഞാൽ പാട്ട് മുഴങ്ങിക്കൊണ്ടിരുന്നു, മനോഹരമായ പാട്ട് ആ റേഡിയോയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. सामने का बंद फाटक खोलकर पोस्टमैन भीतर आया. സാമ്നേക്ക എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഇവരുടെ മുറ്റത്തുള്ള ഗേറ്റ് ഉണ്ടല്ലേ, ആ ഗേറ്റ് തുറന്ന് ആരാണ് അകത്തേക്ക് വരുന്നത് നോക്കാം? പോസ്റ്റ്മാൻ ആണ് അകത്തേക്ക് വരുന്നത്. ബന്ദ് ഫാട്ടക്, ഫാട്ടക് പറഞ്ഞാൽ ഗേറ്റ്, ഗേറ്റ് തുറന്ന് പോസ്റ്റ്മാൻ അകത്തേക്ക് വന്നു. ആഹത്തേക്ക് ബജ്രി പർ ഉസ്കി ആഹട്ട് സുനായി ദി. ആഹത്തെ എന്ന് പറഞ്ഞാൽ വരാന്ത, അല്ലെങ്കിൽ മുറ്റത്ത് എന്ത് കേട്ടു? ബജ്രി, ചരളിൽ ഉസ്കി ആഹട്ട് സുനായി ദി. ആഹട്ട് എന്ന് പറഞ്ഞാൽ ശബ്ദം, കാലിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി, നടന്നുകൊണ്ട് വരുന്ന ശബ്ദം കേട്ടു. आहते बजरी पर उसकी आहट सुनाई दी. പോസ്റ്റ്മാൻ ആവാസ് ഉസ്കെ കാനോ മേ ആയി. അപ്പോൾ ആ പോസ്റ്റ്മാൻ നടന്നിട്ട് വരുന്ന ആ പോസ്റ്റ്മാൻ്റെ ശബ്ദം ആർക്ക് കേട്ടു? ബേബിയുടെ കാതുകളിൽ. കാൻ എന്ന് പറഞ്ഞാൽ കാത്, കാതുകളിൽ കേട്ടു. पर फर्श पर डाक गिरने की आवाज़ सुनाई नहीं दे. പക്ഷെ എന്ത് സംഭവിച്ചു? ഫർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തറ, നിലത്ത് കത്ത് വീഴുന്ന. ഡാക്ക് എന്ന് പറഞ്ഞാൽ തപ്പാൽ എന്ന് പറയും, അല്ലെങ്കിൽ കത്ത്, പോസ്റ്റ്മാനെ കൊണ്ടുവരുന്ന കത്ത്. ഈ കത്ത് എവിടെ വീഴുന്നത് കേട്ടില്ല, നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടില്ല. ബേബി പീछे मुड़ी संभाल कर
പലങ്ക് സെ ഉത്തരി, ബേബി എന്ത് ചെയ്തു? പീച്ചെ മുടി. ഇപ്പോൾ ബേബി എവിടെ ഇരിക്കുകയാണ്? തൻ്റെ മുറിയിൽ കട്ടിലിരുന്ന് കൊണ്ട് ജനലിലേക്ക് നോക്കുകയാണ് അല്ലേ, പുറത്തേക്ക് നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ വന്ന് കേട്ടു. അപ്പോൾ കത്ത് വീണ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ഇവളെന്ത് ചെയ്തു? കട്ടിലിൽ നിന്ന് എണീക്കുകയാണ്. ആവാസ് സുനായി. പലങ്ക് സെ ഉത്തരി, പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിൽ. അവള് ബാക്കിലേക്ക് തിരിഞ്ഞു. സമ്പാൽക്കർ, സമ്പാൽക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സൂക്ഷിച്ച്. പലങ്ക് സെ ഉത്തരി, കട്ടിലിൽ നിന്ന് ഇറങ്ങി. ഫിർ ബെസാക്കിയോ കെ സഹാരെ, ബെസാക്കിയ എന്ന് പറഞ്ഞാൽ ഊന്നുവടിയാണ്. കാരണം നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞു ബേബിക്ക് ഭിന്നശേഷിക്കാരിയാണ്, ഒരു കാലില്ല ബേബിക്ക്. അപ്പോൾ കട്ടിലിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പതുക്കെയാണ് എണീറ്റ് വരുന്നത്. ബൈസാക്കിയ എന്ന് പറഞ്ഞാൽ ഊന്നുവടി, ആ വടിയും പിടിച്ചുകൊണ്ട്. സഹാരെ ഏക് ഏക് കദം, ഊന്നുവടിയുടെ സഹായത്തോടു കൂടി ബേബി ഏക് ഏക് കദം, ഓരോ സ്റ്റെപ്പുകൾ ചൽക്കർ ദർവാസെ തക് ആയി, ഓരോ സ്റ്റെപ്പ് നടന്നുകൊണ്ട് ഇവിടെ അടുത്തേക്ക് എത്തി? വാതിലിൻ്റെ അടുത്തേക്ക് എത്തി. ബന്ദ് ദർവാസ खोलने में उसे थोड़ा समय लगा. ബന്ദ് എന്ന് പറഞ്ഞാൽ വാതിൽ, പൂട്ടിയിരിക്കുന്ന വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ബേബിക്ക് കുറച്ച് സമയമെടുത്തു. समय लगा. दरवाजे से बाहर और हॉल को पार करके आगे आने में देर लगी. അപ്പോൾ ഈ വാതിൽ തുറന്നിട്ടും ബാഹർ ഔർ ഹോൾ കോ പാർ കർക്കെ, തൻ്റെ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ടും പിന്നീട് ഹോളിനെ കടന്ന് മുമ്പോട്ട് വന്നിട്ട് മുമ്പിലത്തെ ഡോറ് തുറക്കണമല്ലേ, അടുത്തേക്ക് എത്താൻ ഇവക്ക് എന്ത് സംഭവിച്ചു? കുറേ സമയമെടുത്തു. അപ്പോൾ ദർവാസെ പർ പहुंची, അങ്ങനെ പതുക്കെ ബേബി എവിടെ എത്തി? ഡോറിൻ്റെ അടുത്തേക്ക് എത്തി. വഹാ ഹാത്ത് മേ ഡാക്ക് ലിയെ പോസ്റ്റ്മാൻ കടാത്ത, അവിടെ ആര് നിൽക്കുകയാണ്? കയ്യിൽ കത്തും പിടിച്ചോണ്ട് പോസ്റ്റ്മാൻ നിൽക്കുകയാണ്. ഫർസ് പർ ഡാക്ക് ഫേങ്ക് കർ അഭി ഗയാ നഹീ താ, പക്ഷേ ഈ പോസ്റ്റ്മാൻ എന്ത് ചെയ്തില്ല? കത്ത് എവിടെ ഇട്ടിട്ട് പോയില്ല? വരാന്തയിൽ ഫേങ്ക്ന എറിഞ്ഞിട്ട് പോയില്ല. കയ്യിലും പിടിച്ചോണ്ട് ഈ പോസ്റ്റ്മാൻ അവിടെ നിൽക്കുകയാണ് അല്ലേ. നോക്കാം അടുത്ത പാരഗ്രാഫിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. सीढ़ियों के ऊपर होकर उसने हाथ बढ़ाया. उसने ध्यान दिया कि आवाज പോസ്റ്റ്മാൻ दूसरा ही है. സീഡിയ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാണ്. ഇവിടെ ഇപ്പോൾ വരാന്തേൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. അതാടിന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരണം അല്ലേ. പക്ഷെ ഇവളെന്ത് ചെയ്തു? താഴെ ഇറങ്ങിയില്ല. സീഡിയോക്ക് ഊപ്പർ ഹോക്കർ, സ്റ്റെപ്പിൻ്റെ മുകളിൽ തന്നെ നിന്നുകൊണ്ട് ഹാത്ത് എന്താണ്? ഉസ്നെ ഹാത്ത് ബടായ. ഹാത്ത് ബടായ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? കൈ നീട്ടി, പോസ്റ്റ്മാൻ്റെ മുമ്പിലേക്ക് കൈ നീട്ടിയിട്ട് കത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഉസ്നെ ധ്യാൻ ദിയാക്കി, അപ്പോഴാണ് ബേബി ശ്രദ്ധിക്കുന്നത് എന്താണ്? എല്ലാ ദിവസം വരുന്ന പോസ്റ്റ്മാൻ അല്ല ഇന്നുള്ളത്. ധ്യാൻ ദിയാക്കി ആജ് പോസ്റ്റ്മാൻ ദൂസറാ ഹി ഹെ. അവൾ ശ്രദ്ധിച്ചു നോക്കി, കാരണം ഇന്നൊരു വന്ന പോസ്റ്റ്മാൻ വേറെ തന്നെയാണ്, എല്ലാ ദിവസം വരുന്ന പോസ്റ്റ്മാൻ അല്ലല്ലോ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് ബേബി ശ്രദ്ധിച്ചു. സദാക്ക വോ ധാടിവാല പോസ്റ്റ്മാൻ നെഹി ഹെ. സദാക്ക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരുന്ന, ധാടിവാല എന്ന് പറഞ്ഞാൽ താടി വെച്ച ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു എല്ലാ ദിവസവും വന്നുകൊണ്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റ്മാൻ അല്ല ഇന്ന് വന്നത്. ബച്ചോ കെ ചെഹരെ വാല എക് നയാ പോസ്റ്റ്മാൻ. എങ്ങനെയുള്ള പോസ്റ്റ്മാൻ ആയിരുന്നു? ബച്ചോ കെ ചെഹരെ ജേസ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുഖം പോലെയുള്ള ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു ഇന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ പോസ്റ്റ്മാൻ ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും വരുന്ന പോസ്റ്റ്മാൻ അല്ല ഇന്ന് കണ്ടത്. എങ്ങനെയുള്ള പോസ്റ്റ്മാനെയാണ്? വേറെ തന്നെ അല്ലേ, കുട്ടികളുടെ മുഖം മാതിരിയുള്ള ഒരു പോസ്റ്റ്മാനെയാണ് ബേബി കണ്ടത്. അടുത്ത പാരഗ്രാഫിൽ നോക്കാം. ഉസ്നെ ഏക് നസർ ബേബി കെ पैरों की ओर देखा. അങ്ങനെ ആ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്ന സമയത്ത് ആര് നോക്കുകയാണ്? ഉസ്നെ ഏക് നസർ ബേബി കെ पैरों की ओर देखा. पैर എന്ന് പറഞ്ഞാൽ എന്താ? കാല്. ഈ പോസ്റ്റ്മാന് കത്ത് ബേബീൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ എവിടെ നോക്കി? ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. ഉസേ ഷാഹിദ് ദക്കാസ ലഗ. പക്ഷെ നോക്കിയ ശേഷം ആ പോസ്റ്റ്മാൻ എങ്ങനെ നോക്കി? അയാൾക്ക് സ്തംഭിച്ച് നിന്ന മാതിരിയായി. ഉസ്നെ ഡാക്ക് ബേബി കെ ഹാത്ത് മേ ദേ ദി. അദ്ദേഹം എന്ത് ചെയ്തു? പോസ്റ്റ്മാൻ കത്തുകൾ ബേബീൻ്റെ കൈകളിൽ കൊടുത്തു. കാരണം ബേബി കത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ബേബീൻ്റെ കാലുകളെ നോക്കി. കാരണം ബേബിക്ക് എന്തില്ല? ഒരു കാലില്ല അല്ലേ. ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് ബേബി നടന്നുകൊണ്ട് പോകുന്നത്. ഇത് പോസ്റ്റ്മാൻ കണ്ടു. ആ പോസ്റ്റ്മാൻ എന്തോ ഒരു സങ്കടം മാതിരി തോന്നി. ഉസ്നെ ആ കത്ത് എന്ത് ചെയ്തു? പോസ്റ്റ്മാൻ ബേബീൻ്റെ കൈകളിൽ കൊടുത്തു.
बूढ़े पोस्टमैन की तरह इस पोस्टमैन ने ഉസെ കോയി ബാത്ത് നാക്കി. ബൂഡേ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ മുമ്പ് വന്നുകൊണ്ടുണ്ടായ ഒരു താടി വെച്ചൊരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നില്ലേ, ആ പോസ്റ്റ്മാനെ പോലെ തന്നെ ഇയാളും ഒന്നും ഉസെ കോയി ബാത്ത് നാക്കി, ഒന്നും സംസാരിച്ചില്ല. കത്ത് കൊടുത്തു, നേരെ പോയി അല്ലേ. കാരണം അങ്ങനെ പോയത് എന്തുകൊണ്ടായിരിക്കാം, ബേബീൻ്റെ കാലുകളിലേക്ക് നോക്കിയപ്പോൾ പോസ്റ്റ്മാൻ എന്തോ സങ്കടം തോന്നിയിരിക്കാം, അതുകൊണ്ട് ആ കത്തുകൾ കൊടുത്തിട്ട് അദ്ദേഹം അങ്ങനെ പോയി. മാക്കെ ഹാത്ത് മേ ഡാക്ക് ദേക്കർ ബേബി പീച്ചേ കി ഓർ മുടി. മാക്കെ ഹാത്ത് മേ ഡാക്ക് ദേക്കർ, ഓൾ എന്ത് ചെയ്തു, ഈ പോസ്റ്റ്മാൻ തന്ന കത്ത് എടുത്തുകൊണ്ട് എവിടെ പോയി, അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയുടെ കൈകളിൽ എന്തു കൊടുത്തു, കത്ത് കൊടുത്തു. എന്നിട്ട് ബേബി പീച്ചേക്ക് ഓർ മുടി, പീച്ചേക്ക് ഓർ എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് തിരിഞ്ഞു. और बड़ी कुर्सी पर बैठकर बोली. बड़ी കുർസി എന്ന് പറഞ്ഞൊരു വലിയ ചെയർ ഉണ്ടായിരുന്നു. ആ ചെയറിൽ ഇരുന്നിട്ട് അമ്മയോട് പറയുകയാണ്, മാ ആജ് കാ പോസ്റ്റ്മാൻ നയാത്ത. എന്താ പറഞ്ഞു, അമ്മ ഇന്ന് വന്ന പോസ്റ്റ്മാൻ ഒരു പുതിയ പോസ്റ്റ്മാൻ അല്ലേ, എല്ലാ ദിവസവും വരുന്ന ആളല്ല, ഒരു പുതിയൊരാളാണല്ലോ വന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറയുകയാണ്, तो इसमें आश्चर्य की कौन सी बात है, बदल गया होगा. അപ്പം അമ്മ എന്താ പറഞ്ഞു, ഇതിൽ അത്ഭുതപ്പെടാൻ എന്തുള്ളത്, ബദൽ ഗയാ ഹോഗ, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവുക. പോസ്റ്റ്മാൻ വരുന്നത് ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് മാറിയിട്ടായിരിക്കാം ചിലപ്പോൾ ഡ്യൂട്ടി ഉണ്ടത്. അങ്ങനെ അമ്മ പറഞ്ഞു, ഇന്നും ചിലപ്പോൾ അയാൾ മാറിയിട്ട് വേറെ പുതിയതാൾ വന്നതായിരിക്കും എന്ന് പറഞ്ഞു. ബേബിക്ക് മാനെ ബാൽമിത്ര കാ നയാ അങ്ക് ബേബിക്ക് ആഞ്ചൽ മേ രക്കാ. അങ്ങനെ ചെയറിൽ ആരിയ്ക്കുന്നുണ്ട്, ബേബി ഇരിക്കുന്നുണ്ട് അല്ലേ. ബേബി ഇരിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്തു, ബാലമിത്ര എന്ന പുസ്തകം, എന്താണ് കഥ ബുക്ക്, ബാലരമ പോലത്തെ കഥ ബുക്ക് എന്ത് ചെയ്തു കൊടുത്തു, ബേബിയുടെ അങ്കുമെന്ന് പറഞ്ഞാൽ ആഞ്ചൽ എന്ന് പറഞ്ഞാൽ മടിത്തട്ടിൽ, ബേബിയുടെ മടിത്തട്ടിൽ ഇട്ടുകൊടുത്തു. ഏതിൻ്റെ, ബാലമിത്രൻ്റെ ഒരു കോപ്പി ബേബിയുടെ ആഞ്ചലിൽ വെച്ചു. फिर റേഡിയോ ബന്ദ് करके वो अपने कमरे में चली गई. പിന്നെ എന്ത് ചെയ്തു, ഹാളിലാണ് നേരത്തെ പറഞ്ഞു റേഡിയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ ബേബി എന്ത് ചെയ്തു, ഹാളിലുണ്ടായിരുന്ന റേഡിയോ ഓഫ് ചെയ്തു. പിന്നീട് ഈ കോപ്പി എടുത്തുകൊണ്ട് ബന്ദ് करके वो अपने कमरे में चली गई. ബേബി എന്ത് ചെയ്തു, തൻ്റെ മുറിയിലേക്ക് പോയി. दोपहर में बेबी को हमेशा अकेलापन लगता था. दोपहर എന്ന് പറഞ്ഞാൽ ഉച്ച സമയം. എല്ലാ ഉച്ച സമയം ആകുമ്പോഴത്തേക്ക് ബേബിക്ക് എന്തു തോന്നും, ഹമേഷ അക്കേലാപ്പൻ. അക്കേലാപ്പൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകാന്തത, ആരുമില്ലാത്തൊരവസ്ഥ, ഒറ്റപ്പെടലാണ് എപ്പോഴും ഉച്ച സമയത്ത് ആരനുഭവിക്കുന്നത്, ബേബി. वो किसके साथ बात करे, किसके साथ हंसे. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ആരോട് സംസാരിക്കും, ആരോടാണ് ചിരിക്കുന്നത്, ആരുമില്ല, എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ബേബിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഉച്ച സമയം ആകുമ്പോഴത്തേക്ക് ആരുമില്ലാതെ ഏകാന്തതയിലിരിക്കുകയായിരുന്നു ബേബി. ആ സമയത്താണ് ആര് വരുന്നത്, ഈ പോസ്റ്റ്മാന് കത്തെടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ ബേബിക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്, അയാളോട് സംസാരിക്കുമ്പോഴും. തനിക്കൊരു പരിചയമുള്ള ആൾക്കാരെ മാതിരിയാണ് ആർക്ക് തോന്നുന്നത്, ബേബിക്ക് തോന്നുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. प्रश्न सदा ही बना रहता है कि जैसे ही समय में वो बूढ़ा पोस्टमैन आया जाया करता था. അപ്പോൾ സദാ പ്രശ്ന സദാഹി, ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഉച്ച സമയമൊക്കെ ഒറ്റപ്പെടൽ, ആരുമില്ലാതെ ആരോട് സംസാരിക്കും, ഇങ്ങനെയുള്ള ആ ഏകാന്തത, ആ ഏകാന്തത ഉണ്ടാകുന്ന സമയത്ത് ഏസേഹി സമയമേ, അതേ സമയങ്ങളിലായിരുന്നു ഇപ്പോൾ ബൂഢാ പോസ്റ്റ്മാൻ ആയ ജായ കർത്താത്ത എന്ന് പറഞ്ഞാൽ മുമ്പ് വന്നുകൊണ്ടുണ്ടായത് ഏത് പോസ്റ്റ്മാൻ, ഒരു വൃദ്ധനായ പോസ്റ്റ്മാൻ, താടി വെച്ച പോസ്റ്റ്മാൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ സമയങ്ങളിലായിരുന്നു ആ പോസ്റ്റ്മാൻ വന്നുകൊണ്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹമേഷാഹി ജൽദി മേ രേത്താത്ത. പക്ഷെ ആ മുമ്പത്തെ പോസ്റ്റ്മാൻ എങ്ങനെയാണ്, അയാൾ വന്നാലും അയാൾക്ക് പെട്ടെന്ന് പോകണം, ധൃതിയാണ്. ജൽദി എന്ന് പറഞ്ഞാൽ ധൃതിയിൽ പോകണം, അയാൾക്ക് കത്ത് കൊടുക്കണം, പെട്ടെന്ന് പോകണം, അധിക സമയം നിൽക്കൂല. ഫിർ ബി കബി കബി കിടക്കി തക് ജാക്കർ ഡാക്ക് ദേത്ത. ചിലപ്പോഴൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് പെട്ടെന്ന് പോകുന്നത് കണ്ട് ജനലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കത്ത് കൊടുത്തിട്ട് പോകും. കുറേ സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കത്ത് ജനലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് കൊടുക്കും. कोई ना कोई परिचित आया देखकर बेबी को अच्छा लगता है. कोई ना, ആരെങ്കിലും ഒരു പരിചയമുള്ള ആൾക്കാർ ബേബീൻ്റെ വീട്ടിലേക്ക് വന്നാൽ ബേബിക്ക് നല്ലോണം സന്തോഷം തോന്നുകയാണ്. കാരണം തനിക്ക് പരിചയമുള്ള ആൾക്കാരോട് സംസാരിക്കാം, അങ്ങനെ സന്തോഷിക്കാം. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ ഏകാന്തത ഇല്ലാതാവുന്നു, സന്തോഷം വരികയാണ് ബേബിക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിചയമുള്ള ആൾക്കാർ വന്നാൽ ബേബിക്ക് നല്ലോണം സന്തോഷം ഉണ്ടാകുന്നത്. അടുത്ത പാരഗ്രാഫിൽ എന്താണെന്ന് നോക്കാം. इसके बाद तीसरे दिन
फिर पोस्टमैन की आवाज़ सुनाई दी. इसके बाद എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം तीसरे दिन എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസവും ആരെ കണ്ടു? പോസ്റ്റ്മാൻ की ആവാസായി. മൂന്നാമത്തെ ദിവസവും അവരുടെ ശബ്ദം കേട്ടു, പോസ്റ്റ്മാൻ്റെ ശബ്ദം കേട്ടു. डाक गिरने की आवाज़ सुनाई नहीं दी. പക്ഷേ എന്ത് കേട്ടില്ല? കത്ത് ഗിർനേക്ക്, കത്ത് വീഴുന്ന ശബ്ദം കേട്ടില്ല. ചൽത്തി ഹുയി ബേബി ആഹത്തെ മേ ആയി. അങ്ങനെ നടന്നുകൊണ്ട് ബേബി എവിടെ വന്നു? ആഹത്ത, വരാന്തയിലേക്കെത്തി. പോസ്റ്റ്മാൻ അബീബി കടാത്ത. പക്ഷെ പോസ്റ്റ്മാൻ പോയില്ല. കാരണം നേരത്തെ പറഞ്ഞു ഇത് പുതിയ പോസ്റ്റ്മാൻ ആണ്, മുമ്പത്തെ പോസ്റ്റ്മാനെ പോലെയല്ല. മുമ്പത്തെ പോസ്റ്റ്മാൻ ആണെങ്കിൽ കത്ത് ജനല മുറ്റത്ത് ഇട്ടിട്ടാണ് പോകുന്നത് എറിഞ്ഞിട്ട്. പക്ഷേ ഈ പോസ്റ്റ്മാൻ ആണെങ്കിൽ എന്ത് ചെയ്തു? കത്ത് എറിഞ്ഞിട്ട് പോയില്ല. ബേബി വരുന്നവരെ കത്തും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ബേബി കത്ത് വീഴുന്ന ശബ്ദം കേൾക്കാതെ ബേബി പതുക്കെ പതുക്കെ നടന്നുകൊണ്ട് എവിടെ വന്നു? വരാന്തയിലേക്കെത്തി. അപ്പോൾ അവിടെ ആര് നിൽക്കുകയാണ്? പോസ്റ്റ്മാൻ അബീബി കടാഹെ. പക്ഷെ പോസ്റ്റ്മാൻ ഇതുവരെ കാത്തു നിൽക്കുകയാണ് ആരെ? ബേബിയെ. ബേബിക്ക് ഓർ ദേക്ക് കർവ മുസ്കുരായ. അങ്ങനെ ബേബിയുടെ മുഖത്തേക്ക് അദ്ദേഹം നോക്കി. പോസ്റ്റ്മാൻ നോക്കിയിട്ട് മുസ്കുരായ എന്ന് പറഞ്ഞാൽ എന്താ? പുഞ്ചിരിച്ചു. ബേബി ബി ഹസി. അപ്പോൾ ബേബിക്കും ചിരി വന്നു, സന്തോഷമായി. डाक लेकर बेबी ने पूछा क्या तुम नहीं पोस्टमैन हो? കത്ത് വാങ്ങിക്കൊണ്ട് പോസ്റ്റ്മാനോട് ബേബി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇന്ന് പുതിയ പോസ്റ്റ്മാൻ ആണോ എന്ന് ചോദിച്ചു. ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ? ഇന്നെന്താ നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ജി ഹാ, അദ്ദേഹം എന്ത് പറഞ്ഞു? അതെ, ഞാൻ ഇന്ന് പുതിയതാണെന്ന് പറഞ്ഞു. डाक फेंक कर तुम चले जाया करो मुझे आने में देर लगती है. അപ്പോൾ ബേബി പോസ്റ്റ്മാനോട് എന്ത് പറഞ്ഞു? നിങ്ങൾ കത്തെറിഞ്ഞിട്ട് പോയിക്കോ, എന്നെ കാത്തു നിൽക്കണ്ട, കാരണം എനിക്കിവിടെ എത്താൻ കുറേ സമയമെടുക്കും. പതിക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ ബേബിക്കൊരു കല്ലാത്തത് കൊണ്ട് വഴിയുടെ സഹായത്തോടു കൂടി റൂമിൽ നിന്ന് ഹോളും മറികടന്ന് മുറ്റത്തെത്തുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും അല്ലേ? അതുകൊണ്ട് അത് ആ സമയം വരെ ഈ പോസ്റ്റ്മാൻ കാത്തു നിൽക്കണ്ടേ? അതുകൊണ്ടാണ് ബേബി എന്താ പറഞ്ഞത്? എന്നെ കാത്തു നിൽക്കണ്ട, നിങ്ങൾ കത്ത് ഇട്ടിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. पोस्टमैन ने बेबी के पैरों की ओर देखा और देर तक मौन रहा. പിന്നീടും പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. और देर तक मौन रहा. കുറേ സമയം വരെ എന്ത് ചെയ്തു? മൗനമായി നിന്നു. അയാൾക്കൊന്നും പറയാൻ പറ്റാത്ത മാതിരി. इस लड़की को भगवान ने पैर क्यों नहीं दिए? അപ്പം അയാളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഒരു പക്ഷേ ഭഗവാൻ, ദൈവം എന്തുകൊണ്ട് ഈ കുട്ടിക്ക് കാല് കൊടുത്തില്ല എന്ന് ആരുടെ മനസ്സിൽ തോന്നി? ഈ പോസ്റ്റ്മാൻ്റെ മനസ്സിൽ തോന്നി. ഏസാ ഷായദ് ഉസേ ലഗാവുക. ബേബി പറയുകയാണ്, ഇങ്ങനെ ചിലപ്പം ആ പോസ്റ്റ്മാൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് ദൈവം ഈ കുട്ടിക്ക് കാല് കൊടുത്തില്ല. वो कुछ बोला नहीं पर उसकी आंखों से कुछ यही भाव झलका. പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. പറുസ്കി ആങ്കോസെ, പക്ഷേ ആ പോസ്റ്റ്മാൻ്റെ കണ്ണുകളിൽ നിന്ന്, ആങ്കോ എന്ന് പറഞ്ഞാൽ കണ്ണുകളിൽ നിന്ന് കുച്ച് യഹി ഭാവ് ജലക്ത. അപ്പോൾ ഈ ഭാവം തന്നെയാണ്, ദൃശ്യം തന്നെയാണ് നമുക്കവിടെ അയാളുടെ മുഖത്തിൽ, അയാളുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തെന്ന്? ദൈവം എന്തുകൊണ്ട് ആ കുട്ടിക്ക് കാല് കൊടുത്തിട്ടില്ല എന്ന ഭാവമായിരുന്നു അയാളുടെ കണ്ണുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. उसने बहुत ही कोमल तथा दबी आवाज़ में कहा लगने दो बहना. അങ്ങനെ ഇത് നോക്കിയതിന് ശേഷം ബേബി പറഞ്ഞില്ലേ എന്നെ കാത്തിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പോസ്റ്റ്മാൻ പറയുകയാണ്, ഉസ്നെ ബഹുത് കി കോമൽ തഥാ ദബി ആവാസ് മേ. അദ്ദേഹം എന്ത് പറഞ്ഞു? പോസ്റ്റ്മാൻ ബഹുത് കി കോമൽ എന്ന് പറഞ്ഞാൽ എന്താ? മൃദുവായ, ദബി ഹുയി ആവാസ് മേ, മൃദുവായ ശബ്ദത്തിൽ അദ്ദേഹം അവളോട് പറഞ്ഞു, ലഗ്നേ ദോ ബഹന, സാരമില്ല, സമയം ആയിക്കോട്ടെ സഹോദരി എന്ന് പറഞ്ഞു. ലേറ്റായാലും എത്ര സമയമെടുത്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു, ഞാൻ കാത്തിരിക്കാമെന്ന് പറഞ്ഞു. पोस्टमैन का काम जिस तिस के डाक को जिस तिस के हाथ में सौंपने का है, आहते में फेंकने का नहीं. പോസ്റ്റ്മാൻ എന്ത് പറഞ്ഞു? പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത് ആർക്കാണ് ആ കത്ത് കൊടുക്കാനുള്ളത്? അവരുടെ കൈകളിലാണ് ആ കത്ത് ഏൽപ്പിക്കേണ്ടത്. സോംപന എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, അല്ലാതെ വരാന്തയിൽ എറിഞ്ഞിട്ട് പോകുന്നതല്ല ഒരു പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത്. ആര് പറഞ്ഞു? പോസ്റ്റ്മാൻ. കാരണം ആർക്കാണ് കത്ത് കൊടുക്കാനുള്ളത്? ആ വ്യക്തി വരുന്നവരവിടെ കാത്തു നിൽക്കാം. അയാളുടെ കയ്യിൽ കത്ത് കൊടുത്ത ശേഷമാണ്
പോവുക, അല്ലാതെ വരാന്തയിൽ എറിഞ്ഞിട്ട് പോകുന്നതല്ല എന്ന് ആരോട് പറഞ്ഞു? ബേബിയോട് പറഞ്ഞതാണ് പറഞ്ഞത്. സമയമായാലും പ്രശ്നമില്ല, ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ കത്തി തരാമെന്ന് ബേബിയോട് പറയുകയാണ്. യഹ് ബോൽ രഹാ താ തബ് ബേബി നെ ഉസ്കെ पैरों की ओर देखा. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേബി എന്ത് ചെയ്തു? അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എറിഞ്ഞിട്ട് പോകുന്നതല്ല, ആർക്കാണ് കത്ത് കൊടുക്കാനുള്ളത് അവരുടെ കൈകളിൽ കത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബേബിയുടെ നോട്ടം എവിടേക്ക് പോയി? തബ് ബേബീനെ ഉസ്കി पैरों की ओर देखा. എവിടെ നോക്കി? ബേബി ആ പോസ്റ്റ്മാൻ്റെ കാലിലേക്ക് നോക്കിയാണ്. देखा कितने मजबूत और गोल गोल हैं इस പോസ്റ്റ്മാൻ കെ पैर. എന്ന് കണ്ടു? ബേബി ആ പോസ്റ്റ്മാൻ്റെ കാലുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാണ്. കിത്തനെ മസ്ബൂത്ത്, മസ്ബൂത്ത് പറഞ്ഞാൽ എത്ര ബലമുള്ളതാണ് ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ. ഗോൽ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗോളാകൃതിയിലുള്ള കാലുകളാണ് ഇസ് പോസ്റ്റ്മാൻ കെ പേർ. കിത്തനെ അച്ചേ ഹേ. അവൾ നോക്കിയാണ് അദ്ദേഹത്തിൻ്റെ കാലുകളെ നോക്കി, എന്നിട്ട് പറയാണ് എത്ര ബലമുള്ളതാണ്, ഗോൽ ഗോൾ അല്ലെ, ഗോളാകൃതിയിലുള്ളതാണ് ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ, എത്ര സുന്ദരമാണ് ഈ പോസ്റ്റ്മാൻ്റെ കാലുകളെന്ന് ബേബി നോക്കി. फिर अचानक बेबी के ध्यान में आया कि अच्छे पैर नंगे हैं. അപ്പോൾ പെട്ടെന്ന് ബേബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത്ര മനോഹരമായ ഈ കാലുകൾ എങ്ങനെയാണ് നഗ്നമാണ് എന്ന് പറഞ്ഞാൽ കാലിൽ എന്തില്ല? ചെരുപ്പില്ല. കാലിൽ ചെരുപ്പില്ലാതെയാണ് ഈ പോസ്റ്റ്മാൻ വരുന്നത്. इसने पैरों में कुछ पहना क्यों नहीं. ബേബി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്മാൻ കാലിൽ ചെരുപ്പ് ധരിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും ഇത്ര നല്ല സുന്ദരമായ കാലുകളിൽ എന്തുകൊണ്ട് ഈ പോസ്റ്റ്മാൻ ചെരുപ്പ് ധരിച്ചില്ല? പോസ്റ്റ്മാൻ ലോഡ് ഗയ. പോസ്റ്റ്മാന് തിരിച്ചു പോയി. സുന്ദർ പഗ് ധർത്തേ ഹുയെ ചലാ ഗയ. സുന്ദരമായ പഗ് എന്ന് പറഞ്ഞാൽ കാൽപാദം, സുന്ദരമായ കാൽ. നമ്മൾ നടന്നിട്ട് ചെരുപ്പിടാണ്ട് പോയാലേ നമ്മുടെ കാലിൻ്റെ അച്ചുണ്ടാവൂലേ, അപ്പോൾ ഈ കാൽപാദം അവിടെ കണ്ടു. ബേബീനെ സോച്ച. അപ്പോൾ ബേബിയുടെ ചിന്തയിൽ ഇങ്ങനെ വന്നു, കഥാചിത് ഉസ്കെ ജൂത്തെ ഫട്ട് ഗയേ ഹോംഗെ. ചിലപ്പോൾ ഒരു പക്ഷേ അയാളുടെ ചെരുപ്പുകൾ പൊട്ടിയിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് അയാൾ ആ ചെരുപ്പിടാണ്ട് വന്നത്. വേ മരാമത്ത് ഹോക്കർ ആത്തേ ഹോങ്ങി. ചിലപ്പോൾ അത് റിപ്പയറിക്ക് കൊടുത്തിട്ടുണ്ടാവാം, റിപ്പയറി കഴിഞ്ഞിട്ട് വരുന്ന മാത്രമായിരിക്കും, അതുകൊണ്ടായിരിക്കും ബേബി ചിന്തിക്കുകയാണ്, അതുകൊണ്ടായിരിക്കാം പോസ്റ്റ്മാൻ ചെരുപ്പിടാണ്ട് വന്നതെന്ന്. തോടി ദേർ കേൽ ഹി സഹി ഇസ് തർക്ക് സെ ബേബി കോ അച്ചാ ലഗ. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ബേബി ഈ പോസ്റ്റ്മാൻ ചെരുപ്പിടാത്ത ആ തർക്കത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ ബേബിക്ക് അതൊരു നല്ലതായി തോന്നി. അങ്ങനെ ഡാക്ക് ലേക്കർ വോ കുർസി പർ ബാഡ് ഗൈ. ബേബി എന്ത് ചെയ്തു? കത്തെടുത്തുകൊണ്ട് പോയി ചെയറിലിരുന്നു. പോസ്റ്റ്മാൻ കെ നംഗെ പേർ ഉസ്കെ മനസ്സെ ധീരെ ധീരെ ചലേഗി. അപ്പോൾ പോസ്റ്റ്മാൻ്റെ എന്താണ് നംഗെ പേർ എന്ന് പറഞ്ഞാൽ നഗ്നപാദം ഇവിടെ മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ മാഞ്ഞു പോയി. കാരണം അയാൾ ചെരുപ്പ് ധരിക്കാതെയാണ് വന്നത്, അതിവിടെ മനസ്സിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അവൾ ചിന്തിച്ചുകൊണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അയാൾ ചെരുപ്പ് ധരിക്കാത്തത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബേബിയുടെ മനസ്സിൽ നിന്ന് ഇത് പതുക്കെ പതുക്കെ മാഞ്ഞു പോയി. അപ്പോൾ ഈ ഭാഗം, ഈ പാഠത്തിൻ്റെ നംഗേപ്പേർ എന്ന പാഠത്തിൻ്റെ ഇത് ഇത്രയും ഭാഗമാണ് എടുക്കുന്നുള്ളതിനമ്മോ. ഇതിൻ്റെ ബാക്കിയുള്ള കഥ അടുത്ത ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഇത്രയും എടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ധന്യവാദ്.